ആ കാലത്ത് നിന്ന് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളോടെ നിൽക്കുന്നവരുണ്ടാവും, പുതുതായിട്ട് വന്നവരുണ്ടാവും. നമ്മുടെ മണ്ണ് വിട്ട് ഇവിടെ വന്ന് നിന്ന് ജോലി ചെയ്യുന്നു. അതിനിടയിൽ നിങ്ങൾ സീരിയൽ കാണുന്നു, സിനിമ കാണുന്നു. അതിലൊക്കെ വരുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകളെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെ വൈകുന്നേരങ്ങൾ ഒഴിവാക്കി ഇവിടെ വന്ന് നിൽക്കുന്നതിന് ഒരുപാട് നന്ദി. MIT മൂസയിലെ പാത്തുമായിട്ടാണ് നിങ്ങളെല്ലാവരും എന്നെ കൂടുതലായിട്ടും അറിഞ്ഞിട്ടുള്ളത്. ഇവിടെ CD ഒക്കെ MIT മൂസയുടെ CD ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാൻ പറ്റി. കാസറ്റിലൊക്കെ ആയിട്ട് അത് ഇതാക്കാറുണ്ട്. നോക്കി പോണം. അത്രക്കും മൂസാണ് മോളെ. മുച്ചുള്ള പെൺകുട്ടിയൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല. അത് എനിക്കായാലും എനിക്കായാലും പിന്നെ മിൻസേട്ടനൊക്കെ ഉള്ള കുട്ടി നമ്മളിങ്ങനെ നടക്കണേ. എന്താ പറയണം വെച്ചങ്ങള്? അപ്പൊ ആ പൊട്ടത്തരവും മണ്ടത്തരവും പറയുന്ന 4ാം ക്ലാസ്സിൽ 4 വട്ടം തോറ്റിട്ടുള്ള പാത്തൂനെ അങ്ങനെ ഒരു ആക്ടറിനെ വേണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വിനോദ് കോവൂർ തന്നെയാണ് ഇങ്ങനെ ഒരാള് നരിക്കുനിയിലുണ്ടെന്ന് പറഞ്ഞ് എന്നെ സെലക്ട് ചെയ്തതും ആ സീരിയലിലേക്ക് വരുന്നതൊക്കെ. അവിടെ നിന്നുള്ള ഒരു 10 ദിവസം ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയതാണ് നാഷണൽ അവാർഡിലേക്ക് വഴിതിരിച്ചത്. നരിക്കുനി എന്നുള്ള ഒരു കുഞ്ഞു ഗ്രാമത്തിൽ നിന്ന് എനിക്കുണ്ടോ നരിക്കുനിയുടെ ബ്രാൻഡ് അംബാസഡർ ആയി തോന്നില്ല ദേശം. അല്ല, നമ്മുടെ നാട്ടിൽ പറയാതെ പോരില്ലല്ലോ. നമ്മുടെ നാടും അവിടെ ഉള്ള എന്താണ് സ്റ്റേജുകളുമാണ് സുരഭി എന്നൊരു ആക്ടറിനെ ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് മലയാളത്തിൽ 5 പേർക്ക് കിട്ടിയ 5ാമത്തെ ആളാണ് ഞാൻ. അപ്പോൾ മലയാള സിനിമയിൽ അഭിനയിച്ചിട്ട് 5 പേർക്കാണ് കിട്ടിയത്. അപ്പോൾ